പ്രവാസികൾക്ക് സന്തോഷ വാർത്ത. കുവൈത്ത് വിമാനത്താവളത്തിലെ T4 ടെർമിനലിൽ നിന്ന് വിദേശ വിമാന സർവീസുകൾ ആരംഭിച്ചു. ഇനി എമിറേറ്റ്സും ഫ്ലൈ ദുബായും ഉൾപ്പെടെ പറന്നുയരും. വിമാന സർവീസുകൾ ഘട്ടം ഘട്ടമായി പൂർവ്വസ്ഥിതിയിലാകുന്നതിനുള്ള പ്രത്യേക പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായാണ് നടപടി. പ്രവാസികൾക്ക് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നു. പ്രവാസികൾക്ക് മാത്രമല്ല, യാത്രാ തടസ്സം നേരിട്ടുകൊണ്ടിരുന്ന എല്ലാ വിദേശികൾക്കും വലിയ സന്തോഷം നൽകുന്ന വാർത്തയാണ് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും വരുന്നത്. അതെ, കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പാസഞ്ചർ ടെർമിനൽ 4 നിന്ന് വിദേശ വിമാന കമ്പനികൾ തങ്ങളുടെ സർവീസുകൾ വീണ്ടും ഔദ്യോഗികമായി പുനരാരംഭിച്ചിരിക്കുകയാണ്. താൽക്കാലികമായി വെട്ടിക്കുറച്ചിരുന്ന വിമാന സർവീസുകൾ ഘട്ടം ഘട്ടമായി പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പ്രത്യേക പദ്ധതി നടപ്പിലാക്കുന്നത്. ഈജിപ്ത് എയർ, ഫ്ലൈ ദുബായ് എന്നീ വിമാന കമ്പനികളാണ് T4 ടെർമിനൽ വഴി ആദ്യ സർവീസ് നടത്തിയത്. ഇരു വിമാനങ്ങളിലുമായി ആകെ 442 യാത്രക്കാർ ആദ്യ ദിനം സഞ്ചരിച്ചു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പരിശോധിച്ചും ഉറപ്പുവരുത്തിയതിനും ശേഷമാണ് യാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത്. ഇതിന്റെ ഭാഗമായി ഗൾഫ്, അറബ് അന്താരാഷ്ട്ര വിമാന കമ്പനികൾക്കായി T4 ടെർമിനൽ വഴിയുള്ള സർവീസുകൾ പരിമിതമായ തോതിൽ പുനരാരംഭിക്കാൻ അധികൃതർ തീരുമാനിച്ചത്. ഇതുമാത്രമല്ല, എയർ അറേബ്യ, മിഡിൽ ഈസ്റ്റ് എയർലൈൻ, സിറിയൻ എയർലൈൻസ്, എമിറേറ്റ്സ് എന്നിവ സർവീസ് ആരംഭിക്കും. നൈൽ എയർ, യമനിയ എന്നീ 2 സർവീസുകൾ ശനിയാഴ്ച മുതൽ സർവീസുകൾ നടത്താനും തീരുമാനമായി. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ദിവസേന പുലർച്ചെ 4 മണി മുതൽ രാത്രി 10 മണി വരെ മാത്രമായിരിക്കും സർവീസുകൾ നടത്തുക. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ വിമാന സർവീസുകൾ ദിവസേന പുലർച്ചെ 4 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഉണ്ടാവുക. കൂടാതെ വിമാന കമ്പനികൾക്ക് ആദ്യഘട്ടത്തിൽ ഓരോ സർവീസ് വീതം നടത്താനാണ് അനുമതിയുമുള്ളത്. പിന്നീട് ഈ യാത്രാ സൗകര്യം ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കാനും ആലോചനയുണ്ട്. മാത്രമല്ല, യാത്രക്കാരുടെ തിരക്കൊഴിവാക്കാനും സുഗമമായ യാത്ര ഉറപ്പാക്കാനും യാത്രക്കാർക്കായി വലിയ തോതിൽ ചെക്ക് ഇൻ കൗണ്ടറുകളും സജ്ജമാക്കി കഴിഞ്ഞു. ഇമിഗ്രേഷൻ സുരക്ഷാ പരിശോധന സംവിധാനങ്ങൾ പൂർണ്ണമായും സജ്ജമാക്കി. ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനികളുമായുള്ള ഏകോപനവും പൂർത്തിയായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. എയർ കാർഗോ, സ്വകാര്യ വ്യോമയാന സർവീസുകൾ എന്നിവ തടസ്സമില്ലാതെ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. T4 ടെർമിനൽ വഴി യാത്ര ചെയ്യുന്നവർ പുറപ്പെടുന്നതിന് കുറഞ്ഞത് 3 മണിക്കൂർ മുമ്പെങ്കിലും വിമാനത്താവളത്തിൽ എത്തിച്ചേരണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. അതേസമയം മറ്റു രാഷ്ട്രങ്ങളുടെ വിമാന ടെർമിനൽ 4 നിന്ന് സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നഗരങ്ങളിലേക്ക് സർവീസ് നടത്തും. ജൂലൈ 2 മുതൽ കണ്ണൂരിലേക്കുള്ള ബുക്കിംഗാണ് ലഭ്യമായിരിക്കുന്നത്. ഇൻഡിഗോ ഹൈദരാബാദ്, കൊച്ചി, കോഴിക്കോട്, ഡൽഹി, മുംബൈ, ബംഗളൂരു, കൊൽക്കത്ത തുടങ്ങിയ നഗരങ്ങളിലേക്ക് കണക്റ്റിംഗ് സർവീസുകളും ലഭ്യമാകും. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.